ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 50% തീരുവ വർദ്ധിപ്പിച്ചതോടെ മത്സ്യ കയറ്റുമതി മേഖല വലിയ ആശങ്കയിലാണ്. കയറ്റുമതിയിൽ 1/3 അമേരിക്കയിലേക്കാണ്. അമേരിക്കയിലേക്ക് കയറ്റി അയച്ച മത്സ്യം കയറ്റുമതി തന്നെ കുറഞ്ഞത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് കയറ്റുമതി രംഗത്തെ പ്രമുഖർ പറയുകയാണ്. കയറ്റുമതിയിൽ ഇടിവുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ തൊഴിലാളികളെയാണ്. ഇന്ത്യയിൽ നിന്ന് 63,000 കോടി രൂപയുടെ മത്സ്യ കയറ്റുമതിയാണ് പ്രതിവർഷം നടന്നുവരുന്നത്. അതിൽ 21,000 കോടിയും അമേരിക്കൻ മാർക്കറ്റിലെ വിപണിയാണ്. മൊത്തം മാർക്കറ്റിലെ 1/3 വരും അമേരിക്കൻ വിപണി. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് US 50% തീരുവ വർദ്ധിപ്പിച്ചതോടെ മത്സ്യ കയറ്റുമതി മേഖല പ്രതിസന്ധിയിലാണ്. നിലവിൽ അമേരിക്കയിലേക്ക് കയറ്റി അയച്ച മത്സ്യം അവിടെ വിപണനം നടത്താൻ സാധിക്കുന്നില്ലെന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ പറയുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്ട്രി തന്നെ ഇത് ഏറ്റവും അഫക്റ്റഡ് ആയിട്ട് ഒരു സെക്ടറായിട്ട് തന്നെയാണ് അവർ തരം തിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ടേൺ ഓവർ, അത് വിറ്റുവരവ് ഏകദേശം 63,000 കോടി രൂപയുടെ വിറ്റുവരവാണ് ഉള്ളത്. അതിൽ ഏകദേശം 21,000 കോടി രൂപ എക്സ്പോർട്ട് US-ലാണ്. ഏകദേശം ഒരു 1/3 എക്സ്പോർട്ട് പോകുന്നത് അമേരിക്കൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യയുടെ പ്രധാന എതിരാളികൾ ഇക്വഡോറും ചൈനയും തായ്ലാൻഡുമാണ്. ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ അപേക്ഷിച്ച് തീരുവ കുറവായതിനാൽ വലിയ ഭീഷണിയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കോമ്പീറ്റിംഗ് കൺട്രി ആയിരിക്കുന്നത് എക്വഡോറാണ്. എക്വഡോറിനെ സംബന്ധിച്ചോളം അവർക്ക് ആകെ 10% ഡ്യൂട്ടിയേ ഉള്ളൂ. അവിടെ ആ സ്ഥാനത്താണ് നമ്മൾ 50% ഡ്യൂട്ടി നമുക്ക് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്വഡോറിൻ്റെ ഇപ്പം നോക്കിയാൽ തന്നെ എക്വഡോറിൻ്റെ ഷിപ്മെൻറ്റ്സ് ഏകദേശം ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്പോർട്ടേഴ്സ്, നമ്മുടെ ബയേഴ്സായിട്ട് അവർ നമ്മുടെ ഷിപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഹോൾഡ് ചെയ്യുന്ന സാരം എന്ന് പറഞ്ഞാൽ ഈ ഉള്ള ഓർഡേഴ്സ് തന്നെ ക്യാൻസൽ ചെയ്തൊരു മട്ട് തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിച്ച് വിപണി ശക്തിപ്പെടുത്തണമെന്നാണ് കയറ്റുമതി രംഗത്തെ പ്രമുഖർ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ ഇതിനായി ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ പ്രതീക്ഷയോടെയാണ് കയറ്റുമതിക്കാർ നോക്കിക്കാണുന്നത്. കോമേഴ്സ് മിനിസ്ട്രി വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അവർ വളരെ അഗ്രസീവായിട്ട് മറ്റുള്ള മാർക്കറ്റുകൾ അവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം UK ആയിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കോമേഴ്സ് മിനിസ്റ്റർ ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ട് യൂറോപ്പുമായിട്ടുള്ള പല ഡീലിസ്റ്റ് ചെയ്ത കുറേ ഫാക്ടറീസ് ഉണ്ടായിരുന്നു. 102 ഫാക്ടറീസ് പെർമിഷൻ കിട്ടാതിരുന്നതാണ്. അതിനെല്ലാം ഒറ്റയടിക്കാൻ അത് ക്ലിയർ ചെയ്തു. അത് വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. തീരുവ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ ഓണം ബോണസും നൽകിയതോടെ പല ഫാക്ടറികളും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇത് മറികടക്കാൻ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നും 30% ലോൺ അനുവദിക്കാൻ ബാങ്കുകൾ തയ്യാറാകണമെന്നും കയറ്റുമതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കും. പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർക്കറ്റുകളെ സമീപിക്കുന്നതോടൊപ്പം ആഭ്യന്തര വിപണിയും ശക്തിപ്പെടുത്തണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. സാമ്പത്തിക വിനിമയം മുഴുവൻ ഡോളറിലായതുകൊണ്ട് തന്നെ അമേരിക്കയായിട്ടുള്ള റിഫ്റ്റ് വരുമ്പോൾ അത് നമ്മുടെ എക്കണോമിയെ വളരെ മോശമായിട്ട് ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. എന്ത് ബാധിച്ചാലും അത് വന്ന് കൊള്ളുന്നത് ബേസിക് സെക്ടറിനെ ആയിരിക്കും എവിടെയും. അത് മത്സ്യമേഖല മാത്രമല്ല, കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ബേസിക് സെക്ടറിനെ വളരെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ആശങ്കയിലാണ്. കാരണം അത് ബേസിക് സെക്ടറിൽ തൊഴിലില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളത്തിൽ 1.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുണ്ട്. അനുബന്ധ വ്യവസായ തൊഴിലാളികൾ ഇതുമായിട്ട് ഡിപ്പെൻഡൻസും കൂടി ഏതാണ്ട് 14 ലക്ഷം ജനങ്ങൾ വരും. അവർക്ക് തൊഴിലില്ലാതെ വരിക, വരുമാനം ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ, അവരുടെ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി പ്രശ്നത്തിലാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതിന് ഞങ്ങൾ 6-8 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇൻറ്റേർണൽ മാർക്കറ്റ് ശക്തിപ്പെടുത്തണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ ആ രീതിയിലുള്ളൊരു നീക്കത്തിന് നേതൃത്വം കൊടുത്തില്ല. കിരൺ കുമാറുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. കിരൺ, വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കയുടെ തീരുവ പ്രശ്നം രാജ്യത്തെ മൊത്തം തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ്, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് മത്സ്യമേഖല. അവരെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളത് നമ്മുടെ സാമ്പത്തികമായും ഒപ്പം തന്നെ മറ്റ് തൊഴിൽപരമായും ഒക്കെ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല. ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എങ്ങനെയാണ്?
ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 1/3 അമേരിക്കയിലേക്കാണ്. അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക നേരിടുന്നതും ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയാണ്. നിലവിലിപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വിപണനം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് കയറ്റുമതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചെറിയ രീതിയിലെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നിലവിലുണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ചില ഫാക്ടറികളിലടക്കം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് എന്നാണ് പ്രധാനമായിട്ടും ഈ കയറ്റുമതി മേഖലയിലെ ആളുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം തൊഴിലാളികൾക്ക് പണം നൽകേണ്ടതുണ്ട്, അവർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട്. മാത്രവുമല്ല ഓണം ബോണസ് അടക്കം നൽകിയ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇവർക്ക് വരുമാനം നിലച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്ന് തന്നെയാണ് കയറ്റുമതി മേഖലയിലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുകൂടി കയറ്റുമതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിലിപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഫാക്ടറികൾക്ക് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 30% സോഫ്റ്റ് ലോൺ അനുവദിച്ചുകൊണ്ട് ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല അമേരിക്കയിലെ മാർക്കറ്റ് ഇത്തരത്തിൽ ഇന്ത്യക്ക് നേരെ അടച്ചിട്ട ഒരു സാഹചര്യത്തിൽ പകരം മറ്റ് മാർക്കറ്റുകളെ തേടാനും അവിടെ വിപണനം നടത്താനുമായിട്ടുള്ള അവസരം ഒരുക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിന് പ്രത്യേകിച്ച് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് യൂറോപ്പ് മാർക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളിലാണ്. ഏതായാലും ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി കയറ്റുമതി മേഖലയിലെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രവൃത്തി, കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പ്രവൃത്തി ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവർ കാണുന്നത്. ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വളരെ വൈകാതെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്.